ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾ പല ഓംലേറ്റും ഉണ്ടാക്കിയിട്ടുണ്ടാവും. എന്നാൽ വഴുതനങ്ങ ഓംലേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇപ്പൊ വഴുതനങ്ങ ഇതേ രീതിയിൽ ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തതിന് ശേഷം കഴുകി വെള്ളം വരാനായിട്ട് മാറ്റി വെക്കുക. പിന്നെ അതിലേക്ക് ഒരു സവാള പൊടിയായിട്ട് അരിഞ്ഞതും 2 പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞതും പിന്നെ കറിവേപ്പിലയും വേണം. ഇനി നമുക്കൊരു പാന് വെച്ച് ചൂടാവുന്ന സമയത്ത് 2 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കുക, പച്ചമുളക് ചേർത്ത് കൊടുക്കുക. അത് വഴന്ന് വരുന്ന സമയത്ത് കറിവേപ്പിലയും കൂടെ ചേർക്കുക. ഇതൊന്ന് വഴറ്റി വരുമ്പം അതിലേക്ക് 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. മഞ്ഞൾപ്പൊടി ചേർത്ത് മഞ്ഞൾപ്പൊടിന്റെ ആ ഒരു പച്ചമണം മാറുന്ന സമയത്ത് നമുക്കതിലേക്ക് കട്ട് ചെയ്ത് കഴുകി വെള്ളം പാരാനായിട്ട് വെച്ചിട്ടുള്ള വഴുതനങ്ങ ഇട്ട് കൊടുക്കുക. വഴുതനങ്ങ ഇട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് 1 മിനിറ്റോളം ഒന്ന് അടച്ചു വെക്കുക. കൂടുതൽ സമയം അടച്ചു വെക്കരുത്. തുറന്നതിന് ശേഷം നമുക്കൊന്നും കൂടെ മിക്സ് ചെയ്ത് വീണ്ടും ഒന്നും കൂടെ ഒന്ന് അടച്ചു വെക്കുക. അപ്പൊ അടച്ചു വെക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ 1 മിനിറ്റിൽ കൂടുതൽ അടച്ചു വെക്കരുത്, ഇല്ലെങ്കിൽ കുഴഞ്ഞു പോവും. ഇപ്പൊ അതാ 2 പ്രാവശ്യം അടച്ചു തുറന്നപ്പോഴേക്ക് വഴുതനയൊക്കെ വെന്തിട്ടുണ്ട്. ഇനി തുറന്ന് വെച്ച് ഹൈ ഫ്ലെയിമിൽ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ഈ കൂട്ടിവിടെ റെഡിയായി. ഇത് അങ്ങനെ തന്നെ കഴിക്കാനും നല്ലതാണ്. ഇതിനി ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് നമുക്ക് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഓംലേറ്റിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ 2 കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. കോഴിമുട്ടയുടെ അളവ് നിങ്ങൾ കഴിക്കാനുള്ള ആളുകളുടെ എണ്ണം അനുസരിച്ച് നമുക്ക് കൂട്ടിയെടുക്കാം. ഞാനിപ്പോൾ 2 എണ്ണം എടുത്തിട്ടുള്ളൂ. ഈ മുട്ടയിലേക്ക് ആയിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള വഴുതനങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ അത് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് 2ഓ 3ഓ ആയിട്ട് ഓംലേറ്റ് ആയിട്ട് തയ്യാറാക്കാം. ഞാനിപ്പോൾ ഒന്നിച്ച് തയ്യാറാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക ചെയ്യുന്നത്. ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു പാന് വെച്ച് ഒരു 1/2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് അതൊന്ന് ചുറ്റിച്ചെടുക്കുക. കാരണം പാനിന്റെ എല്ലാ ഭാഗത്തും ആകത്തക്ക വിധത്തിൽ. ഞാനിപ്പോൾ വഴുതനങ്ങ ഉണ്ടാക്കിയ ആ പാന് കഴുകിയിട്ടില്ല, അതേ പാനിലാണ് തയ്യാറാക്കുന്നത്. ഇതിന് ഒന്ന് ചൂടായതിന് ശേഷം നമ്മളെ കൂട്ട് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ലെവൽ ചെയ്ത് പരത്തിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് ഞാനിപ്പം കറിവേപ്പില കൈകൊണ്ട് പിച്ചിട്ട് കൊടുക്കുകയാണ്. ഇതിന് പകരം മല്ലിയില ഉണ്ടെങ്കിൽ പൊടിയായിട്ട് അരിഞ്ഞിട്ട് അത് വിതറി കൊടുക്കുക. ഇനി ഇതുപോലെ മേലെ വെള്ള കളറായിട്ട് വരുന്ന സമയത്ത് നമുക്കിതൊന്ന് മറിച്ചിടാം. ഒരു 2 മിനിറ്റ് കൊണ്ട് ഓംലേറ്റ് റെഡിയാവും. എല്ലാവരും തയ്യാറാക്കി നോക്കുക. നിങ്ങളെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്